ബാങ്ക് FDയേക്കാൾ മെച്ചപ്പെട്ട ഒരു പെൻഷൻ പ്ലാൻ. മാസശമ്പളക്കാർക്ക് ശമ്പളത്തിന് പുറമെ ഒരു റെഗുലർ അഡീഷണൽ ഇൻകം, അതും ഒരിക്കലും തീർന്നു പോകാത്ത ഒരക്ഷയപാത്രം. അതായത് എത്ര എടുത്താലും നമ്മുടെ ക്യാപിറ്റൽ എല്ലാ വർഷവും വളർന്നുകൊണ്ടിരിക്കും. 10 വർഷമാവട്ടെ, 50 വർഷമാവട്ടെ, 300 വർഷമാവട്ടെ, നമുക്കും വരും തലമുറകൾക്കും ഉപകാരപ്പെടുത്താവുന്ന ഒരു മെത്തേഡ്. നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളെ എങ്ങനെ ഇത്തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാം, അതാണ് ഇന്നത്തെ വീഡിയോ. സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ കയ്യിൽ ഒരു ലംസം തുകയുള്ള ഒരാളിന് മുടങ്ങാതെ മാസവരുമാനം. ഇപ്പോൾ ജോലിയുള്ള ആളിന് ലംസം ഉപയോഗിച്ച് ഒരു റെഗുലർ എക്സ്ട്രാ ഇൻകം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാൾ ഇപ്പോഴേ ഒരു SIP തുടങ്ങി ആവശ്യമുള്ള സമയം അതിനെ ഒരു SWP എന്തുകൊണ്ടാക്കണം എന്നിവ ഇന്ന് മനസ്സിലാവും. 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതുക. സാധാരണ മലയാളി എന്ത് ചെയ്യും? നേരെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലേക്ക് ഓടും. അവർ നമ്മെ നോക്കി ചിരിച്ചുകൊണ്ട് അത് വാങ്ങി നമുക്ക് മാക്സിമം 8% വാർഷിക പലിശ തരും. അതായത് മാസം 6700 രൂപ. നമ്മൾ ബാങ്ക് വിട്ട ശേഷം അവർ പൊട്ടിച്ചിരിക്കും. മണ്ടൻ, പൈസയുടെ കളി അറിയാത്തവൻ എന്നും പറഞ്ഞു. എന്തുകൊണ്ട്? നമുക്ക് 8% പലിശ തരുമ്പോൾ 6-7% ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം. അപ്പോൾ നമ്മുടെ യഥാർത്ഥ മിച്ചം എത്ര? 1% അല്ലെങ്കിൽ 2% മാത്രം. കൂടാതെ മറ്റു വരുമാനം കൂടിയുള്ള ആളാണെങ്കിൽ 30% വരെ ഇൻകം ടാക്സും കൊടുക്കണം. ഇപ്പോൾ മനസ്സിലായല്ലോ ബാങ്കുകാർ ചിരിച്ചത് എന്തിനായിരുന്നുവെന്ന്. ശുദ്ധ വിഡ്ഢിക്കച്ചവടം. അപ്പോൾ എങ്ങനെ ഓവർകം ചെയ്യാം? കൂടുതൽ പലിശ അല്ലെങ്കിൽ വരുമാനം കിട്ടണം. ഉദാഹരണമായി 12% കൂടുതലോ ഓരോ വർഷവും കിട്ടണം. ഒരു സിമ്പിൾ ഡെമോയിലൂടെ 10 ലക്ഷം രൂപ ലംസം നിക്ഷേപിച്ച ഒരാൾ എല്ലാ മാസവും അതിൻ്റെ 1%, അതായത് 10,000 രൂപ തിരിച്ചെടുക്കുകയും എന്നാൽ പോലും തൻ്റെ ക്യാപിറ്റൽ വളരുന്നതെങ്ങനെയെന്നും കാണിച്ചു തരാം. ആദ്യമേ പറയട്ടെ, മ്യൂച്വൽ ഫണ്ട് ബാങ്ക് FD പോലെയല്ല. ബാങ്ക് FDയിൽ നമ്മൾ 10 ലക്ഷം നിക്ഷേപിച്ചാൽ ബാങ്കുകാർ നമ്മുടെ പൈസ കൊണ്ട് എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 10 ലക്ഷം കൊടുത്താൽ ഏത് മ്യൂച്വൽ ഫണ്ടാണോ നമ്മൾ വാങ്ങുന്നത്, ഉദാഹരണത്തിന് SBI ബ്ലൂ ചിപ്പ് ഫണ്ട്, അതിൻ്റെ നമ്മൾ വാങ്ങുന്ന ദിവസത്തെ NAV അനുസരിച്ച് നമുക്ക് വേണ്ടി മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ അലോട്ട് ചെയ്യുന്നു. ഉദാഹരണം 10 രൂപയാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഇന്നത്തെ NAV എങ്കിൽ 10 ലക്ഷം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10 ലക്ഷം ഭാഗം 10, 1 ലക്ഷം യൂണിറ്റ് കിട്ടുന്നു. ഈ 10 രൂപ വിലയുള്ള മ്യൂച്വൽ ഫണ്ടിന് ഒരു വർഷം 10% ഗ്രോത്ത് കിട്ടിയാൽ നമ്മുടെ 10 ലക്ഷം രൂപ 11 ലക്ഷം രൂപയാവും. അപ്പോൾ 10 രൂപയ്ക്ക് വാങ്ങിയ ഒരു യൂണിറ്റിന്റെ വില 11 രൂപയാകും. എന്നാൽ അറിയേണ്ട ഒരു കാര്യം, മ്യൂച്വൽ ഫണ്ടുകളുടെ വില എല്ലാ ദിവസവും മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് മാറുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് 2 ഗ്രോത്ത് പെർസെൻറ്റേജ് നോക്കാം. 15% വാർഷിക വളർച്ചയുള്ള ഒരു ഫണ്ട് എന്നാൽ 15/12 1.25% ഗ്രോത്ത് പെർ മന്ത്. 18% ആനുവൽ ഗ്രോത്ത് എന്നാൽ 18/12 1.5% മന്ത്ലി ഗ്രോത്ത്. 15% ആനുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ 1.25% മന്ത്ലി ഗ്രോത്ത് കിട്ടുന്ന 10 രൂപ വിലയുള്ള ഒരു യൂണിറ്റിന് ആ മാസാവസാനം 10 രൂപ 12.5 പൈസയാകും. 18% ആനുവൽ ഗ്രോത്ത് അല്ലെങ്കിൽ 1.5% മന്ത്ലി ഗ്രോത്ത് കിട്ടുന്ന 10 രൂപ വിലയുള്ള ഒരു യൂണിറ്റിന് ആ മാസാവസാനം 10 രൂപ 15 പൈസ വിലയുണ്ടാവും. അപ്പോൾ നമ്മൾ 10 ലക്ഷം കൊടുത്ത് വാങ്ങിയ യൂണിറ്റുകൾക്ക് മാസാവസാനം ഒരു ഗ്രോത്ത് കിട്ടി. ഇനി നമുക്ക് മാസം തോറും 5-ാം തീയതി 10,000 രൂപ സ്ഥിരമായി വേണമെങ്കിൽ കമ്പനി എന്താണ് ചെയ്യുക? നമ്മുടെ ആകെയുള്ള യൂണിറ്റുകളിൽ നിന്ന് 10,000 രൂപ കിട്ടാനുള്ള യൂണിറ്റ് വിൽക്കും എല്ലാ മാസവും. എന്നിട്ട് പൈസ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇട്ടുതരും. അപ്പോൾ നമ്മുടെ ആകെ യൂണിറ്റ് കുറഞ്ഞു വരും. ഇല്ലേ? ഇപ്പോൾ മനസ്സിലായല്ലോ SWPയും FDയും തമ്മിലുള്ള വ്യത്യാസം. ഓർക്കുക, ഓരോ മാസവും എന്ന് പറയുമ്പോൾ സത്യത്തിൽ മാസം തോറുമല്ല, നമ്മൾ വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന ദിവസം എത്രയാണോ NAV, അതാണ് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ആപ്ലിക്കബിൾ ആവുക. ഇനി ഒരു സിമ്പിൾ ഡെമോ വഴി 10 ലക്ഷം രൂപ പല പെർസെൻറ്റേജിൽ ഓരോ മാസവും വളരുമ്പോൾ നമ്മൾ 10,000 രൂപ, അതായത് 10 ലക്ഷത്തിൻ്റെ 1% എല്ലാ മാസവും തിരിച്ചെടുത്താൽ, അതായത് 12% ഒരു വർഷം തിരിച്ചെടുത്താൽ നമുക്ക്
8% മാക്സിമം കിട്ടുന്ന ബാങ്ക് FDയേക്കാൾ SWP മെച്ചമാണോ എന്ന് നോക്കാം. ഒന്നുകൂടി ഓർക്കുക, മാർക്കറ്റിന് നല്ല കാലവും മോശം കാലവും ഉണ്ടാവും. അന്നത്തെ ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് നമ്മെ എങ്ങനെ ബാധിക്കും എന്നും നോക്കാം. മിക്കവാറും ഇൻഡെക്സ് ഫണ്ടുകൾ പോലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ലോങ് ടേമിൽ 15% കൂടുതൽ ആനുവൽ റിട്ടേൺസ് തരുന്നുണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് താഴെ പോയി വീണ്ടും തിരികെ വരുമ്പോഴും നമുക്ക് നഷ്ടമില്ലാതെ ബാങ്ക് പലിശയേക്കാൾ മെച്ചമായി SWP എങ്ങനെ മാറുന്നു എന്ന് കാണാം. ഇവിടെ നമ്മൾ 10 ലക്ഷം രൂപയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഉപയോഗിക്കുന്നത്. അതിന് 12% ആനുവൽ റിട്ടേൺ കിട്ടിയപ്പോൾ ഒരു മാസം 1%, അതായത് 12/12 1% കിട്ടി. അപ്പോൾ നമുക്ക് 10,000 രൂപ ഗ്രോത്ത് ഉണ്ടായി. മൊത്തം 10,10,000 അതിൽ നിന്ന് നമ്മൾ ആ മാസം അവസാനം 10,000 രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ 10 ലക്ഷമായി. സപ്പോസ് രണ്ടാമത്തെ മാസവും നമുക്ക് 12% കിട്ടിയതെന്നുണ്ടെങ്കിൽ വീണ്ടും അത് തന്നെ. അടുത്ത മാസം നമുക്ക് 15% കിട്ടി എന്ന് കരുതുക. അങ്ങനെയാവുമ്പോൾ നോക്കിക്കോണം. ഇപ്പോൾ 12% കിട്ടിയപ്പോൾ നമുക്ക് 10 ലക്ഷമായിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ 10,000 രൂപ എടുത്തിട്ടും നമുക്ക് 10,02,500 രൂപ ചെറിയൊരു ഗ്രോത്ത്, അതായത് 3% കൂടുതൽ ഗ്രോത്ത് കിട്ടി. അത് അടുത്ത മാസം വീണ്ടും 15 ആണെന്നുണ്ടെങ്കിൽ 10,05,031 രൂപയായി. അതിനടുത്ത മാസം നമുക്കതൊരു 18% ഗ്രോത്ത് കിട്ടിയെങ്കിൽ 10,10,107 രൂപയായിട്ട് ഗ്രോ ചെയ്തു. നമ്മൾ എല്ലാ മാസവും 10,000 രൂപ റെഗുലറായിട്ട് എടുക്കുന്നുണ്ട്. ഇനി അടുത്ത 2-3 മാസം മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? 12 എന്നുള്ളത് അടുത്ത മാസം മാർക്കറ്റ് 10 കുറഞ്ഞു. നമ്മളുടെ എമൗണ്ട് കുറഞ്ഞു, 10,08,524 കുറഞ്ഞു. അതിനടുത്ത മാസം അത് 8% കുറഞ്ഞു. എന്ത് പറ്റി? വീണ്ടും എമൗണ്ട് കുറഞ്ഞു. അടുത്ത മാസം വീണ്ടും അത് 8% ഉള്ളൂ. ഗ്രോത്ത് വളരെ കുറവാണ് ഈ മാസങ്ങളിൽ. 2-3 മാസം വളരെ സ്ലോ ആയിരുന്നു. അതിനടുത്ത മാസം അത് 6 കുറഞ്ഞു. അപ്പോൾ 10 ലക്ഷത്തിലും താഴേക്ക് വന്നു. പക്ഷേ വീണ്ടും മാർക്കറ്റ് കയറി. ഇത്തവണ 15% ഗ്രോത്ത് ഉണ്ടായി, എമൗണ്ട് കൂടി. വീണ്ടും 18% ഗ്രോത്ത് ഉണ്ടായി, വീണ്ടും എമൗണ്ട് കൂടി. പിന്നെ വീണ്ടും ഒരു 20% ഗ്രോത്ത് ഉണ്ടായി. അപ്പോൾ നമ്മുടെ എമൗണ്ട് 10,11,153. അതായത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ 10 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്തു, 1% എല്ലാ മാസവും റിഡീം ചെയ്തു. മൊത്തം നമ്മൾ 12% ഒരു വർഷം റിഡീം ചെയ്തു. പക്ഷേ നമ്മളുടെ ഗ്രോത്ത് 20, 18, 15 ഒക്കെ ആണെങ്കിൽ, അതായത് 12% മേൽ എത്ര വരുന്നോ അത് മുഴുവൻ നമ്മളെ സഹായിക്കും. 12% കുറഞ്ഞാൽ നമ്മളുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കുറഞ്ഞു വരും. അതിവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ വരുമ്പോൾ നോക്കിയേ, മൊത്തം നമ്മൾ 10 ലക്ഷത്തിൽ തുടങ്ങി, ഇപ്പോഴത് 10,10,000 മേളിലേക്ക് വന്നു നിൽക്കുന്നു. ഇനി ഒരു SWP കാൽക്കുലേറ്റർ വഴി 10 ലക്ഷം രൂപ 15% ഗ്രോത്ത് കിട്ടുന്ന ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളിന് എല്ലാ മാസവും 10,000 രൂപ തിരികെ എടുത്താലും 30 വർഷം കഴിയുമ്പോൾ എത്ര അസറ്റ് ഉണ്ടാവും എന്ന് നോക്കാം. 1,05,00,000. ഇതാണ് ചെറുപ്പക്കാർ കാണേണ്ടത്. പവർ ഓഫ് കോമ്പൗണ്ടിങ്. സ്റ്റാർട്ട് നൗ. ഇവിടെ മനസ്സിലായ 2 കാര്യങ്ങൾ. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 12% വർഷം തോറും നമ്മൾ എടുത്താലും 15% ഗ്രോത്തുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഓരോ വർഷവും മിനിമം 3% അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നത്. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റ് ഇടയ്ക്കിടെ താഴേക്ക് പോയാലും നമ്മൾ വിഷമിക്കേണ്ട. നല്ല മ്യൂച്വൽ ഫണ്ട് മാനേജർമാർ അതിനെ ബുദ്ധിപൂർവ്വം തിരികെ കൊണ്ടുവരും. അപ്പോൾ നല്ല ഒരു മ്യൂച്വൽ ഫണ്ട്, ഉദാഹരണമായി കാനറ, ഫ്രാങ്ക്ലിൻ, നിപ്പോൺ, മാക്സ് ലൈഫ് പോലെയുള്ള ഏത് നല്ല ഫണ്ടുകളാണെങ്കിലും അതിനെപ്പോഴും ഗ്രോത്ത് ഉണ്ടാവും. അവസാനമായി SWP എങ്ങനെ ചെയ്യാം? 2 വഴികളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഗ്രോ, ഏഞ്ചൽ വൺ, സെറോദ, അപ്സ്റ്റോക്സ് പോലെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം വഴിയോ നമ്മുടെ ബാങ്ക് വഴിയോ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം, വാങ്ങാം. അല്ല എങ്കിൽ നമുക്ക് നേരിട്ട് അത് നടത്തുന്ന ഫണ്ട് ഹൗസിൽ നിന്നും വാങ്ങാം. ഉദാഹരണമായി SBIയുടെ ഏത് മ്യൂച്വൽ ഫണ്ടും SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ സൈറ്റിൽ നിന്നും നേരിട്ട് വാങ്ങാം. നമുക്ക് ഒരിടനിലക്കാരൻ്റെ ആവശ്യമില്ല. ഞാൻ താഴെ കുറേ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ നിന്നും എടുക്കാം. ഇതൊന്നും റെക്കമെൻഡേഷൻ അല്ല, മനസ്സിലാക്കാൻ ഉദാഹരണം തന്നു എന്ന് മാത്രം. നന്നായി പഠിച്ച് മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയേണ്ടതില്ലല്ലോ. ഇനി ചില കാര്യങ്ങൾ. നമ്മളിൽ ആരാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെ ചെയ്യണം എന്നറിയാത്ത, അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത, അതുമല്ലെങ്കിൽ സമയമില്ലാത്ത ആളുകൾ. ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ.
ഒന്ന്, എക്സ്പെൻസ് റേഷ്യോ, അതായത് നമ്മൾ എത്ര ആനുവൽ മെയിൻ്റനൻസ് ചാർജ് കൊടുക്കണം എന്ന് നോക്കണം. കുറവുള്ളത് വാങ്ങണം. 2, എക്സിറ്റ് ലോട്ട്, നമ്മൾ വിറ്റ് പുറത്തിറങ്ങുമ്പോൾ അതിന് അഡീഷണൽ പൈസ കൊടുക്കണമോ വേണ്ടയോ. എക്സിറ്റ് ലോഡ് ഇല്ല എങ്കിൽ കൂടുതൽ ലാഭം. 3, ലോക്ക് ഇൻ പീരിയഡ്, ചില ഫണ്ടുകൾ ഒരു കാലാവധിക്ക് ശേഷം മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് നമുക്കിടയ്ക്ക് പൈസ വേണ്ടവരാണെങ്കിൽ ഒരിക്കലും ക്ലോസ്ഡ് എൻഡ് ഫണ്ട്സ് വാങ്ങരുത്. കുടുങ്ങിപ്പോയ പലരെയും എനിക്കറിയാം. പകരം ഓപ്പൺ എൻഡഡ് ഫണ്ടുകൾ വേണം നോക്കിയെടുക്കാൻ. ഏതാണ് SWPക്ക് യോജിച്ച ഫണ്ടുകൾ? പൊതുവെ ഡെറ്റ് ഫണ്ടുകൾ SWP ചെയ്യുന്നില്ല. ഉദാഹരണമായി ഗവൺമെൻറ് ബോണ്ടുകൾ, സെക്യൂരിറ്റി തുടങ്ങിയ ലോ റിസ്ക് ലോ റിട്ടേൺ ഫണ്ടുകൾ. നല്ല ഗ്രോത്ത് കിട്ടാൻ വഴിയുള്ള സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഫണ്ടുകളാണ് SWP ചെയ്യാൻ ഉത്തമം. മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഉറപ്പായും ചെയ്താൽ പിന്നീട് ദുഃഖിക്കേണ്ട. 1, എപ്പോഴും ഹൈ AUM ഉള്ള ഫണ്ടുകൾ നോക്കിയെടുക്കുക. കാരണം ധാരാളം ആളുകൾ കോടിക്കണക്കിന് രൂപ വിശ്വസിച്ചേൽപ്പിച്ച ഫണ്ടുകളെ നമുക്കും വിശ്വസിക്കാം. SBI, UTI, നിപ്പോൺ, ICIC പോലെ നല്ല ഫണ്ട് ഹൗസുകളെ ചൂസ് ചെയ്യണം. പറയാൻ കാരണം കുറേ ഫണ്ട് ഹൗസുകൾ ഫ്രണ്ട് റണ്ണിംഗ് ആരോപണം നേരിട്ട് സെബിയുടെ നിരീക്ഷണത്തിലാണ്. ഫ്രണ്ട് റണ്ണിംഗ് എന്താണ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കുക. 2, ഒരു വർഷത്തിനുള്ളിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഇൻകത്തിന് നികുതിയില്ല. അതിന് മുകളിലുള്ള ഇൻകത്തിന് ഒരു വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ 15% ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും, ഒരു വർഷത്തിന് ശേഷം വിൽക്കുകയാണെങ്കിൽ 10% ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കൊടുക്കണം. 3, 15% കൺസിസ്റ്റന്റ് ആനുവൽ ഗ്രോത്ത് ലോങ് ടേമിൽ നിലനിർത്തുന്ന സ്റ്റോക്സ് നല്ല ഫണ്ട് ഹൗസിൽ നിന്ന് മാത്രം വാങ്ങുക. 4, ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ഉപയോഗിക്കുക. അതായത് ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. ഉദാഹരണം, 10 ലക്ഷം കയ്യിലുണ്ടെങ്കിൽ അത് 2, 3, 4 ഫണ്ട് ഹൗസിലായി ഇടുക. 2.5 ലക്ഷം വീതം 4 ഫണ്ട് ഹൗസ്. എല്ലാത്തിൽ നിന്നും മാസം 2500 വീതം വിഡ്രോ ചെയ്യാമല്ലോ. അങ്ങനെയാവുമ്പോൾ ഒരാൾ മോശമായാലും മറ്റൊന്ന് നഷ്ടം നികത്തും എന്നതാണ് അസംഷൻ. 5, അറിവ് കൂട്ടുക. ഹിന്ദിയിലുള്ള ഒരു നല്ല ഓഡിയോ ബുക്ക് ഞാൻ കുക്കു FM-ൽ കേട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഓർക്കുക, ഇത് അവരുടെ ഒരു പരസ്യമല്ല. എനിക്ക് നല്ലതെന്ന് തോന്നിയ ഒന്ന് നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. ഇനി ഹിന്ദി അറിയാത്തവരാണെങ്കിൽ ഈ പറയുന്ന ഗുരുവും ഞാനും വീഡിയോകൾ മനസ്സിലാക്കി കാണുക. ലിങ്ക് കമൻറ്റിൽ കാണാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.